വിജയ് 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 ഇവൻ എവിടെ പോയി കിടക്കുന്നു? വിജയ് ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം. ഓമനയ്ക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ. എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം. ഓ, അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ? ഛേ, ഓമന വിചാരിച്ച എല്ലാം നടക്കും. ഒന്ന് പോ സാറേ. നിന്നിപ്പോ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ക്ഷണിച്ചു. ആര്? ഓമന. എല്ലാവരും റെഡി ആയിരിക്കുക. പ്രൊഫസർ ആകെ ചൂടാ. മോളെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി. ഞാൻ പ്രൊഫസർ ഇങ്ങോട്ട് വിടാം. എന്റെ പൊന്നെ, നീ ചതിക്കല്ലേ മോളെ. എടാ നിക്കടാ. അല്ല, ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അല്പം രാജരക്തം എന്റെ ഞരമ്പിലുണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ പണിക്കാര് പാത്രം കഴിയുന്നിടത്ത് ഒളിഞ്ഞെന്ന് ശൃംഗരിക്കാൻ രാജരക്തം അല്ലേ? ആര് കേക്കണ്ട. എന്തൊക്കെയായാലും അവന്റെ വല്യമാവന്റെ സെറ്റപ്പ് കൊള്ളാം. അതെ, ഒരല്പം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. മതി മതി, ഇനി വന്നേ. ഈ അരികിലൂടെ വരൂ. വഴുക്കം പാറയാ, തെന്നി വീഴാതെ നോക്കണേ. ഓഹോ, പയ്യെ കയറണേ. അങ്ങോട്ട് ചേട്ടാ, മൊത്തം ഈറാണല്ലോ. പേടിക്കണ്ട, ഇവൻ ഉപദ്രവിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ. അങ്ങനെ വരട്ടെ. ഇവൻ പാവൻ ചിണ്ടൻ ഊമ ആദിവാസിയായിരിക്കും. അതെ, ആദിവാസികൾക്കിടയിൽ ഊര് വിലക്കാണ് അവന്. ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ. പാവം കാട്ടിൽ നിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളും തിന്നാ ജീവിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമായല്ലോ. മുഴുവനും വിശ്വാസമായിട്ടില്ല. ആദ്യം കണ്ട ലേഡി ഫിഗറിനെ കുറിച്ച് താൻ എന്താ മെൻഷൻ ചെയ്യാത്തത്? വിട് മോനെ. സാർ, കിട്ടുണ്ണി അവൻ എന്തിനാ ഈ ഊര് വിലക്ക്? പണ്ടെങ്ങോ ഒരു ആദിവാസി പെങ്കൊച്ച് ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം. അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി. അപ്പൊ ഈ പാർട്ടിയിൽ നിന്നൊക്കെ എല്ലാവരും പുറത്താക്കണമല്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ടെന്നാ പറയുന്നത്. എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി. പാവം. നാട്ടിൽ ചെന്നിട്ട് വേണം ഇയാൾക്കൊരു ഊരുവില കൊടുക്കാൻ. നടക്കനിയാ. ഞാൻ എത്ര നേരെ കാത്തു നിൽക്കുന്നറിയാവോ? മറ്റുള്ളവർ ഉറങ്ങണ്ടേ?
ഹായ്. Hi. What a pleasant surprise. Sit. കാതറിന് ഇവിടെ ഒറ്റയ്ക്ക്? ഉറക്കം വന്നില്ല. Actually, I thought of reading. But in that would I disturb the sleeping girls. So I simply walked out. അങ്ങനെ ഇവിടെ എത്തി. ഇൻട്രസ്റ്റിംഗ്. ബട്ട് ഇറ്റ്സ് ഓട്ട് ടൈം. അതിനെന്താ? ഏതായാലും നിന്റെ ധൈര്യം സംഭരിച്ചിരിക്കുന്നു. രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നു വെച്ചാൽ അതും ആരും അറിയാതെ. Perhaps there would be wild animals, you know? Who cares? Gopan, don't you know? Man is the most dangerous animal. ഓക്കെ ഓക്കെ. ഗോപൻ, നമുക്കൊന്ന് നടക്കാം. Gopan, you're so sweet. ഇത്ര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി. എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം. അതെ, പക്ഷെ ഇന്ന് ഗോപനെ കണ്ടില്ല. ഇന്നലെ പുതിയൊരു റൂട്ടിൽ ജോഗിങ്ങിന് പോണെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് തന്നെ കാര്യം. അയാൾ ഈ അണ്ടകടാഹം മുഴുവൻ ഓടി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഇങ്ങെത്തും. നമുക്ക് പോകാം. കമാൺ. അത് പറ്റില്ല. ഗോപനോട് പോയി അന്വേഷിക്കണ്ടേ സാർ? വേണ്ട, ഇത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല. അയാൾ ഇങ്ങ് വന്നോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജോസഫ്, കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് അയാളെയും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാ മതി. ഞാൻ ഇവിടെ വേണം. കിട്ടുണ്ണിക്ക് സ്ഥലപരിചയമുണ്ടല്ലോ. ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല. അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. സാറ് പൊയ്ക്കോളണം. ഓക്കെ, ലെറ്റ്സ് മൂവ്. എന്നാൽ ഇവനിത് എവിടെ പോയി? അവൻ ഇന്ന് രാവിലെ എണീറ്റ് പോകുന്ന ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇന്ന് കണ്ടില്ല. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നേ? ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ? ഏയ്, ആ ഓമന പണിക്ക് വന്നില്ലല്ലോ. നമുക്ക് പണിയായി. ഒന്ന് പതുക്കെ പോടാ. ടീച്ചറെ ഒന്ന് നിക്ക്, ഞാൻ കൂടെ വരട്ടെ. പെട്ടെന്ന് വരൂ. ലെറ്റ്സ് ഗോ. Don't do that. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഇന്ന് ഇനി അങ്ങോട്ട് പോണോ സർ? പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും. ആർക്കൊക്കെയാ ബുദ്ധിമുട്ട്? പോകാല്ലേ? Come on, move. വാടാ.